അമ്പലപ്പറമ്പുകളിലെ RSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നാടെങ്ങും ചർച്ച. BJP CPIMനെ നേരിടുന്നത് CPIM ഹിന്ദുവിരുദ്ധ പാർട്ടിയാണ് എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ടാണ്. എന്നാൽ ക്ഷേത്രപ്പറമ്പുകളിലെ RSSന്റെ പരിശീലന പരിപാടിക്കെതിരെ പ്രഖ്യാപിത യുദ്ധത്തിലാണ് CPIM. ഇതൊക്കെ കേട്ട് എന്തെങ്കിലും പുനരാലോചന നടത്താൻ ഒരുക്കമേ അല്ലത്രേ. ഇനിയുള്ള കാലത്തും RSSകാർ തങ്ങളുടെ ഏർപ്പാട് തുടരും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതും. ഇനി അമ്പലപ്പറമ്പിലെ ഈ പരിപാടി നടത്തുമ്പോൾ അവർ ധരിക്കുന്ന വേഷവിധാനങ്ങൾ എന്തൊക്കെയാണ്? കാക്കി ട്രൗസർ, ദണ്ഡ, ഓങ്കാളി, ഭദ്രകാളി. ഇപ്പം ദണ്ഡയും ഇതൊക്കെ ഉണ്ടെങ്കിലും ട്രൗസർ മാറ്റാൻ തീരുമാനിച്ചു RSS. 90 വർഷമായിട്ട് ധരിച്ചുകൊണ്ടിരിക്കുന്ന ട്രൗസർ മാറ്റി പുതിയ ഗണവേഷം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ RSS എപ്പോഴും പ്രചരിപ്പിക്കുന്ന ഞങ്ങൾ ഈ ഗണവേഷം മാറ്റില്ല എന്നാണ്. ഇപ്പം അവർക്കത് മാറേണ്ടി വന്നു. ഇപ്പം ഈ ട്രൗസർ ഇട്ട് നടക്കാൻ ആളെ കിട്ടാതായി. ട്രൗസർ അല്ല പാൻസ് ഇട്ട് വന്നാലും പിണറായിയേക്കാൾ വലിയ BJP വിരുദ്ധനാകാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കോടിയേരി കുറുവടി പരിശീലനം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ്. അതുകൊണ്ടാണ് കോടിയേരി പറയുന്നത് RSSകാർ ഇനി അമ്പലങ്ങളിൽ പരിശീലനം തുടർന്നാൽ റെഡ് വോളണ്ടിയർമാരും അങ്ങോട്ട് വരും എന്ന്. ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ട് RSSകാർക്ക് ആയുധ പരിശീലനം നടത്താൻ അവകാശമുണ്ടെങ്കിൽ CPMന്റെ ആളുകൾക്ക് അവിടെ വളണ്ടിയർ പരിശീലനം നടത്താൻ CPMന് അവകാശം കിട്ടണ്ടേ? ഏതെങ്കിലും ക്ഷേത്ര കോമ്പൗണ്ടിൽ RSSകാർ അവരുടെ ശാഖ നടത്തുന്നുണ്ടെങ്കിൽ അതേ സ്ഥലത്ത് CPMന്റെ ആളുകളും വളണ്ടിയർ ട്രെയിനിങ് നടത്തും. അത് തടയാൻ RSSന് കഴിയില്ല എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. കാരണം അവിടെ ഒന്ന് യോഗ ചെയ്യാനും സൂര്യനമസ്കാരം ചെയ്യാനും അവിടെ ആ ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷത്തിൽ അല്പസമയമെങ്കിലും സമയം ചെലവഴിക്കാനും ഒക്കെ റെഡ് വോളണ്ടിയർമാർക്ക് കഴിയുമെങ്കിൽ അത് നല്ല കാര്യമാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവർക്കും കൂടി പാർട്ടിക്കളി കളിക്കാനുള്ള സ്ഥലമല്ല അമ്പലപ്പറമ്പുകൾ എന്ന് മനസ്സിലാകാഞ്ഞിട്ടോ എന്തോ കുമ്മനം അതങ്ങ് പ്രഖ്യാപിച്ചത്. കുമ്മനത്തിൻ്റെ പാർട്ടിയും കോടിയേരിയുടെ പാർട്ടിയും കൂടി സംഗതി ഉഷാറാക്കട്ടെ. പാർട്ടിക്കാരിങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നേറുമ്പോൾ ജനത്തിൻ്റെ കാര്യം കൂടി ഓർക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. മമ്മൂട്ടി തനിക്ക് ജ്യേഷ്ഠതുല്യനെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വെളിപ്പെടുത്തൽ. മമ്മൂട്ടിയുടെ പ്രായം വെളിപ്പെടുത്തിയത് കൊടും ചതിയെന്ന് ആരാധകർ. ഫാൻസുകാർ നിയമ നടപടിക്ക്. ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന പത്മശ്രീ ഭരത് മമ്മൂട്ടി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ മമ്മൂട്ടി അദ്ദേഹം സാരല്ലമ്മേ, വിധിയാണ്, അത് അനുഭവിക്കണം. പക്ഷേ അത്ഭുതകരമായിട്ടുള്ള കാര്യം എൻ്റെ മോനെയും കൂടി കേട്ടാണ്. BJPക്കാരെ പാർട്ടിയിൽ ചേർത്ത് BJPയേക്കാൾ വലുതാകാൻ CPIM. പാർട്ടി വളർത്താൻ പത്തനംതിട്ടയിലും കണ്ണൂർ മോഡൽ. വരണ വഴിയാണെന്ന് തോന്നുന്നു. പോകുന്നെങ്കിൽ ആണുങ്ങളുടെ പാർട്ടിയായ CPI പോണമെന്നാണ്, CPM പോണമെന്നാണ് എന്നോട് എന്റെ BJPയുടെ നേതാക്കന്മാർ പലരും ഉപദേശിച്ചത്. ചോണക്കുട്ടി തന്നെ. BJPക്കാരെ പാർട്ടിയിൽ ചേർത്ത് BJPയേക്കാൾ വലുതാകാൻ CPIM. ഇതൊരു തുടക്കം മാത്രമാണ്. എവിടെയോ എന്തോ ഒരു തകരാറ്. ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിന്ന് ദിവസം 1 കോളെങ്കിലും കൂടുതലും സ്ത്രീകൾ ഞങ്ങൾക്ക് CPIMൽ അംഗമാകണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. അയ്യോ പോട്ടെ. പാർട്ടിയിൽ ചേർക്കാൻ അഭ്യർത്ഥിക്കുന്ന BJPക്കാരെ കൊണ്ട് സൗകര്യമില്ലെന്ന് വീണ ജോർജ്. സ്മൃതി ഇറാനിയും ശോഭാ സുരേന്ദ്രനും മിസ് കോൾ അടിച്ചുവെന്നും വീണ. കേരളം നന്നാക്കാൻ രമേശൻ നായർ ഇറങ്ങിത്തിരിച്ചു. ഈ നാട്ടുകാരുടെ വഴക്ക് തീർക്കുന്നതും തെറ്റ് തിരുത്തുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഒക്കെ രമേശൻ നായർ. ഒന്ന് കാണാൻ എന്താ വഴി? ഇന്ന് പ്രയാസ വലിയൊരു ദൗത്യമായി രമേശൻ നായർ വനത്തിലേക്ക് പോയി. ഇന്ന് പൊന്നോണക്കാലം പോയി ഒരു മാളോരെ ഒന്നായി മുന്നോട്ടിനി. രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ക്വാറി മാഫിയകൾ മുതൽ പോലീസുകാർ വരെ സൂക്ഷിച്ചിരിക്കുക. രമേശൻ നായരുടെ വരവ് VS മോഡലിൽ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.